അവിടെ ചെറിയൊരു പ്രശ്നം നിങ്ങൾ കാണിച്ചത് പോയിന്റ് നമ്പർ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങൾ സമൂഹത്തിലേക്ക് എൻ്റെ ആ 10 പോയിൻറ്റിനെയും നിങ്ങൾ റിയാക്ട് ചെയ്യും. ആ 10 പോയിൻറ്റും സമൂഹം അറിയട്ടെ. ഡിയർ റിൻസി, വലിയ സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ഒരു പ്രസവം എടുക്കാൻ 5 പേരേണ്ടി വരുമോ? പ്രസവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചെയ്യുന്ന 10 അബദ്ധങ്ങളാണ് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. നമ്പർ 1, ആരോ എഴുതിയ ഏതോ പുസ്തകം നോക്കി. നിങ്ങളിലേക്ക് എൻ്റെ സന്ദേശം എത്തിയല്ലോ. ഞാൻ അതിൽ 10 കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അതിൽ ഓരോന്നും നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. പ്രസവം കാണുന്ന അല്ലെങ്കിൽ അതിന് സാക്ഷിയാകുന്ന ഒരാൾ തീർച്ചയായും അടിസ്ഥാനപരമായി ഇത്തരം വിഷയങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന എൻ്റെ ശക്തമായ അഭിപ്രായങ്ങളാണ് ഞാൻ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആ വീഡിയോ ചെയ്യുമ്പോൾ അവസാനം ഒരു കണക്ക് പറഞ്ഞ് നിർത്തുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ കണക്കൊന്നും പുള്ളി കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതൊരു പ്രശ്നമല്ല. അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകളാണ് കേട്ടോ. പണ്ടുള്ള ഉമ്മമാർ 10ഉം 15ഉം 20ഉം ഒക്കെ വളരെ സന്തോഷത്തിൽ അല്ലെങ്കിൽ അവർ അഭിമാനത്തിൽ പ്രസവിച്ചിരുന്നു. അവർക്കൊക്കെ നല്ല ആരോഗ്യാവസ്ഥ പലപ്പോഴും ഇന്നത്തെ സ്ത്രീകളെക്കാളും കാണുന്നില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ഉമ്മമ്മമാരെ നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. അതുപോലെ തന്നെ പ്രസവവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ എന്ന് പറയുന്നതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട ഗർഭിണികളെ പ്രസവവുമായി ബന്ധപ്പെട്ട മരണ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കണക്കുകൾ വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾ പ്രസവത്തെയും ഗർഭധാരണത്തെയും ഭയപ്പെടുത്തരുത്. അതുപോലെ പ്രസവവുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ മരണത്തിൻ്റെ കണക്ക് നോക്കിയാലും മാനിപ്പുലേറ്റഡ് കണക്കാണ്. അബോഷൻ എന്ന പേരിൽ ഓരോ വർഷവും 10,000-ഓളം കുഞ്ഞുങ്ങളെ വെട്ടിക്കീറി കൊന്നു കളയുകയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ആ 10,000 കുട്ടികളുടെ മരണത്തിനെ കുട്ടികളുടെ മരണ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഗർഭധാരണം, പ്രസവം എന്നുള്ള ആ നാച്ചുറൽ പ്രോസസ്സ് രോഗമല്ല എന്നും ചികിത്സിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യമാണെന്നുമാണ് അടിസ്ഥാനപരമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഗർഭിണികളെ ഗർഭത്തിൻ്റെ പേരിൽ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിവാണ് നിങ്ങൾക്ക് ആവശ്യം. അവിടെ ചെറിയൊരു പ്രശ്നം നിങ്ങൾ കാണിച്ചത് പോയിന്റ് നമ്പർ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങൾ സമൂഹത്തിലേക്ക് എൻ്റെ ആ 10 പോയിൻറ്റിനെയും നിങ്ങൾ റിയാക്ട് ചെയ്യും. ആ 10 പോയിൻറ്റും സമൂഹം അറിയട്ടെ. നിങ്ങളോടൊപ്പം പ്രസവത്തിന് സാക്ഷികളാകാൻ ആഗ്രഹിക്കുന്നവർ കേൾക്കട്ടെ. അങ്ങനെയെങ്കിലും ആ വിഷയത്തിലൊരു കാരുണ്യം ഗർഭിണികളോടും പ്രസവിക്കാൻ വരുന്ന സ്ത്രീകളോടും തോന്നിയിട്ട് ഇന്ന് കാണുന്ന സിസേറിയൻ എന്ന പേരിലെ വെട്ടിപ്പൊളിക്കലുകൾ സ്ത്രീകളുടെ ശരീരം ഉപദ്രവിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒന്ന് സംരക്ഷിക്കപ്പെടട്ടെ. സുരക്ഷിതമായി ആ ചെറുപ്പക്കാരായ സ്ത്രീകളൊക്കെ ഒന്ന് ജീവിക്കട്ടെ. നിങ്ങളുടെ കൈകളിൽ നിന്നും ഒരു അപകടവും സംഭവിക്കാതിരിക്കട്ടെ. താങ്ക് യു.